നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ എന്തോന്ന് അടിയന്തരാവസ്ഥയാണ്? ഇത് കേരളമാണ് സർ, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഏതൊരു വ്യക്തിക്കും സംസാരിക്കാനും ഏതൊരു വ്യക്തിക്കും തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ച് നൽകുന്നുണ്ട്. ഇത് മോദി ഭരിക്കുന്ന സ്ഥലമല്ല. ഇവിടെ ചില മാധ്യമങ്ങളെ മാത്രം വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവിടെ ഒരു ഭരണകൂടമുള്ളത്. ചോദ്യം ചോദിക്കേണ്ടിടത്ത് ചോദ്യം ചോദിക്കും, പറയേണ്ടിടത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത. ആ പണ്ട് സാംബശിവൻ്റെ ഒരു ഇതിനുണ്ട്, വായടയ്ക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. ഏതായിരുന്നു ഓർമ്മയുണ്ടല്ലോ? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളുടെ എല്ലാം വാ മൂടിക്കെട്ടാൻ, വാ തുന്നിക്കെട്ടിയ ഒരു കാലമുണ്ടായിരുന്നു, അടിയന്തരാവസ്ഥ. അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്തും ഇന്ന് ഒരുമാതിരിപ്പെട്ട അത്രയും അടിയന്തരാവസ്ഥ ശക്തമല്ലെങ്കിൽ തന്നെയും ഇന്നും മാധ്യമങ്ങളുടെ വായടച്ച് കെട്ടുന്ന രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭരണവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെ വിമർശിക്കാൻ പാടില്ല, താൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങളുടെ ജോലി, ചുമതല. അല്ല, എന്നോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുത്. രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നവൻ്റെ നാവരിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നമ്മുടെ കേരളത്തിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്ത മാതൃകയാണ് ഇതാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചില മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾക്ക്, അതും മുഖ്യമന്ത്രിക്കെതിരായ വാർത്തകൾ, MDMA-ക്ക് എതിരായിട്ടുള്ള വാർത്തകൾ, ഇമാതിരി വാർത്തകൾക്കെല്ലാം സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക. ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളും നീക്കം ചെയ്യുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുക. അതും അന്വേഷിക്കുമ്പോൾ എന്താ പറയുന്നത്, ഇവിടുത്തെ സർക്കാർ ഏജൻസികൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് മെറ്റയ്ക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നീക്കം ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് സർ പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെയോ അതോ ഈ നാട്ടിലെ മാധ്യമങ്ങളെയോ? എന്തിനാണ് ഇങ്ങനെ പേടിച്ചോടുന്നത്? ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട യഥാർത്ഥ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ഈ പറയുന്ന ഈ ചെറുപ്പക്കാരൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശനുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ദൃശ്യങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും സ്വയം ക്രിയേറ്റ് ചെയ്തതല്ലെന്നേ, സ്വയംകൃതമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AI വിഷ്വൽസ് എല്ലാം എടുത്തിട്ടല്ല. ഇത് ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന റീലുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് കിട്ടിയത്. അല്ലാതെ ഇതൊന്നും തനിയെ മാധ്യമങ്ങൾ AI ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ദൃശ്യങ്ങളല്ല എന്നുള്ള കാര്യം ഇവിടുത്തെ സർക്കാർ സംവിധാനം മനസ്സിലാക്കണം. ഇങ്ങനെ ഭയം ഓടരുത്. ഇത് ഭയമാണ്, ഭീരുത്വമാണ് സത്യത്തിൽ. ഒരു ഭരണ സംവിധാനം ഇന്നാട്ടിൽ തനിക്കെതിരായി ഉയർന്നു വരുന്ന വിമർശനങ്ങളെ നേരിടാനുള്ള കരുത്ത് പോലും ഇല്ലാതെ തകർന്നടിയുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയി എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞില്ലേ, പണ്ട് നമ്മുടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു MP ഉണ്ട്. അദ്ദേഹം ഇവിടെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരായി വിമർശനം ഉന്നയിച്ചു. ആ വിമർശനം പ്രധാനമായും മുണ്ടുടുത്ത മോദി എന്നായിരുന്നു വിമർശിച്ചത്, മുണ്ടുടുത്ത മോദി. എന്നാൽ ഇന്ന് പൊന്ന് ഷാഫി പറമ്പിലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മുണ്ടുടുത്ത VD എന്ന്, തൻ്റെ മുണ്ടുടുത്ത മോദി എന്ന് VD സതീശനെ ചൂണ്ടി പറയാൻ പറ്റുമോ? ധൈര്യമുണ്ടോ അതിന്? ഇന്നായിരുന്നു അത് പറയേണ്ടിയിരുന്നത്. കാരണം കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ കയറിയ കാലം മുതൽ നാൾ തൊട്ട് ഇന്ന് വരെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ മോദിക്ക് സമാനമായി കേരളത്തിൽ VD സതീശൻ നടത്തിയിട്ടുള്ള, ഈ സതീശ മേനോൻ സാർ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ അക്കമിട്ട് പറയാൻ പറ്റും. ഇനിയും ധൈര്യത്തോടു കൂടി പറയാം ഷാഫി പറമ്പിലിന്, മുണ്ടുടുത്ത മോദിയാണ് കേരളം ഭരിക്കുന്നതെന്ന്. തൻ്റെ ഇടമുണ്ടോ? നട്ടല് നിവർന്ന് നിൽക്കുമോ മിസ്റ്റർ ഷാഫി പറമ്പിൽ? ഒന്ന് ചെയ്തു നോക്കൂ, ഒന്ന് പറഞ്ഞു നോക്കൂ, അപ്പോൾ അറിയാം. അവിടെയാണ് മാധ്യമങ്ങളുടെ വാ മൂടിക്കിട്ടുക. ഇനി മാധ്യമങ്ങളുടെ കയ്യിലും പ്രശ്നമുണ്ടെന്നേ. കഴിഞ്ഞ കാലങ്ങളിൽ മാധ്യമങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് അറിയാമല്ലോ. കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു വാക്കിനെ, പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കിനെ ഈ കേരളം മുഴുവനിട്ട് കത്തിച്ച് ഇന്നും ആ വാക്കിന് പ്രസക്തി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. അന്ന് തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ധൈര്യപൂർവ്വം പറയും കടക്ക് പുറത്ത് എന്ന് പറയും. അല്ലാതെ ഒരു മെറ്റയും സമീപിച്ചിട്ടില്ല, ഒരു ദേശീയ അന്തർദേശീയ ഏജൻസികളെയും സമീപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീക്കം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളുടെ പരിലാളനയേറ്റ് വളർന്നു വന്നതല്ല CPM എന്ന് പറയുന്ന പ്രസ്ഥാനമെന്ന്. അതിന് അതിൻ്റേതായ പക്വതയുണ്ട്, അതിൻ്റേതായ പാകതയുമുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റുവന്ന ചില പ്രസ്ഥാനങ്ങൾക്ക്, അല്ലെ ചില വ്യക്തികൾക്ക്
ഇന്ന് അതേ മാധ്യമങ്ങളിൽ തനിക്കെതിരായി വാർത്ത വരുമ്പോൾ അത് സഹിക്കാനുള്ള ത്രാണിയില്ല, ശേഷിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമീപനവുമായി മുന്നോട്ട് പോകുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ, ധൈര്യപൂർവ്വം ഇതിനെയൊക്കെ നേരിട്ടുകൂടെ? ഈ പറയുന്ന ഈ കേസ് വന്ന് കിടക്കുന്നു, അതായത് MDMA കേസ് വന്ന് കിടക്കുന്നു. MDMA കേസാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. ഇതൊരു കേസല്ല എന്ന് തുറന്നു പറയാൻ VD സതീശൻ തയ്യാറാവുമോ? ഈ മുഖ്യമന്ത്രി തയ്യാറാവോ? നാളെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ അവന് ഞാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തുറന്നു പറയാൻ VD സതീശൻ തയ്യാറാകുമോ? അവനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടോ, യൂത്ത് കോൺഗ്രസിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇത് തുറന്നു പറയാൻ തയ്യാറാവുമോ? അല്ലെങ്കിൽ പറയൂ, VD സതീശനുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നു, അവൻ്റെ പേരിലുള്ള കേസുകളെല്ലാം രാജിയാക്കിക്കൊണ്ട് അവനെ ഇവിടുത്തെ മുക്തനാക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുന്നേ, ചെയ്ത് കാണിക്കൂ. അതാണ് ഇവിടെ കേരളത്തിൽ വേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത്. മാധ്യമങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന തന്നെ അനുവദിച്ച് നൽകിയിട്ടുണ്ടെന്നേ. അതിൻ പ്രകാരമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലയുള്ളത്. ഇത് കേരളം എന്ന് പറയുന്നത് ഇവിടെ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ എല്ലാവർക്കും അവരുടെ മൗലിക അവകാശങ്ങളിൽ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ആ മൗലിക അവകാശങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അധികാരവും അവകാശവുമുണ്ട്. അതെന്താണാവോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തിരിച്ചറിയാത്തത്? അതാണ് പറഞ്ഞത്, മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റുകൊണ്ട്. ഇതേ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മാധ്യമങ്ങളുടെ പരിലാളനം ആവോളം ഇഷ്ടപ്പെട്ടും സുഖിച്ചും ജീവിച്ച ഒരാൾ തന്നെയാണ്. ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് പിന്നെ കിട്ടിയ തരം പോലെ എന്നുള്ള രീതിയിൽ മാധ്യമപ്രവർത്തകരെ വിളിക്കുകയും തനിക്ക് പറയാനുള്ള കള്ളങ്ങളെല്ലാം അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാൾ തന്നെയല്ലേ? എന്നിട്ട് അതെല്ലാം മാധ്യമങ്ങളെടുത്ത് കൊട്ടിഘോഷിച്ചു, ഇടതുപക്ഷത്തിനെതിരായി ശക്തമായ ആയുധങ്ങളാക്കി മാറ്റുന്നു. ഏറ്റവും ഒടുവിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള അത് അധികാരത്തിൽ വരുന്നു സർക്കാർ. ഒരു തെറ്റുമില്ല, സർക്കാരൊക്കെ അധികാരത്തിൽ വരട്ടെ. ഈ പറയുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ മാറി മാറി വരാൻ തന്നെ ഉള്ളത് തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ പുകഴ്ത്തിപ്പറഞ്ഞ, പൂക്കിച്ചിരിയെടുത്ത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ച, റീലുകൾ ഉണ്ടാക്കി കളിച്ച ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് പേടിപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ്, ഒരു സംശയമില്ല. അതാണ് ഇത്ര ഭയം. അങ്ങനെ ഭയക്കരുത് സർ, അങ്ങനെ ഭയക്കരുത്. ഇതിനെയൊക്കെ തൻ്റെ ഇടത്തോടെ നേരിടണം. ഇതിനെയൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം അല്ല അതിനുമപ്പുറം കാലം ഈ പറയുന്ന മാധ്യമ ഭീകരതയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ പെരുപ്പിച്ച് കാണിച്ച വാർത്തകളെയും സധൈര്യം നേരിട്ട ഒരു കൂട്ടരാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. ഈ പറയുന്ന അതേസമയം നുണേശൻ എന്ന് പറയുന്നൊരു പേജ് ഫേസ്ബുക്കിലുണ്ടായപ്പോൾ അത് 1, 2, 3 തവണ മെറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ പറയുന്നത് സത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എത്ര കാലം ഓടിക്കൊണ്ടിരിക്കും സർ? എത്ര കാലം? എന്നിട്ട് മെറ്റയ്ക്ക് പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹം ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും വീണ്ടും അടുത്തത് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ടും ഈ മാധ്യമങ്ങളോടുള്ള പേടിയിൽ നിന്ന് VD സതീശൻ എന്ന് പറയുന്നൊരു നേതാവിന് മുക്തനാകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന് അതിൽ നിന്നൊക്കെ മാറി നടക്കാൻ കഴിയുന്നില്ല എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഒരു പുച്ഛമാണ് ഈ നിലവിലുള്ള UDF എന്ന് പറയുന്ന സംവിധാനത്തോട് തന്നെ തോന്നിപ്പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.